ആൾക്കാരെ വെറുപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റുകൾ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടേതായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ അറിയും. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ ഇന്നാണ് അധികാരത്തിൽ കയറിയത്. ഈ മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയുടെ പോഷക സംഘടനയായ മഹിളാ മോർച്ച പ്രവർത്തകർ ഒരു KSRTC ബസ്സിൽ ഒരു സമരമുറ നടത്തുകയുണ്ടായി. വലിയ പ്രതിഷേധം. ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്തിയിരിക്കും. ഞങ്ങൾ മഹിളാ മോർച്ചയാണോ BJP മഹിളാ മോർച്ചയാണോ ഞങ്ങൾ നടത്തിയിരിക്കും. സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അവർ വരുന്നതിന് മുമ്പ്, അവർ അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെന്നും പറഞ്ഞ് ഇവർ സമരം ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അതിലെ ജീവനക്കാരെയാണ്. അവർക്കാണ് ചോദ്യം വന്നത്. ഇതുങ്ങളെയൊക്കെ എന്തിനാണ് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ അനുവദിച്ചതെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുക. അവരുടെ ജോലിയെപ്പോലും ബാധിക്കുന്നത് കൊണ്ടാണ് അവരത്രയും പൈസ അവരുടെ കയ്യിൽ നിന്ന് ഇടാൻ തയ്യാറായത്. ഇതില് നിങ്ങൾ ആരെയാണ് തോൽപ്പിച്ചത്? പാവ ജീവനക്കാരെ. കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. ടിക്കറ്റ് കൊടുത്തു, ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? ആ പൈസ ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. ടിക്കറ്റ് 22 പേർ ഇവിടെ വരെ, ആറ്റിങ്ങൽ വരെ എടുത്തോണ്ട്. എത്ര രൂപ? ഒരാൾക്ക് 43 രൂപ. അത് എനിക്ക് 22 പേര്.